ഹലോ, ഞങ്ങളിന്ന് എറണാകുളം വരെ ഒന്ന് പർച്ചേസിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. മേത്ത ബസാറിലും ബ്രോഡ്വേയിലും എല്ലായിടത്തും ഒന്ന് കറങ്ങണം. ഇന്ന് ഇവാനിയും ഉണ്ട്. അപ്പോൾ അവളെയും കൂട്ടി ഞങ്ങളിന്ന് എറണാകുളം കറങ്ങാൻ പോണേണ്. ഞങ്ങളങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പപ്പ കാർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെടാം. ഇവാനിയും ജെനിയും സ്റ്റീഫനും ഞങ്ങളെല്ലാവരും കൂടി മോനും ഒക്കെ കൂടി അന്ന് പോകാൻ നിന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് എല്ലായിടത്തും ഒന്നും കറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് എല്ലായിടത്തും ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല ബ്ലോക്കൊക്കെ ആണെങ്കിൽ പണിയാണ്. ഈ ക്രിസ്മസിൻ്റെ ടൈമിൽ നല്ല തിരക്കായിരിക്കുമല്ലോ ബ്രോഡ്വേയിൽ. എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫറും റേറ്റ് കുറവൊക്കെ ഉണ്ട്. ഈ ട്രെയിലും ക്രിബിലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ ഇഷാന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി. ഞങ്ങളുടെ ഈ വാനിക്കുട്ടിയുമുണ്ട്. മോനൂട്ടനില്ല കേട്ടോ, അവനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി. പക്ഷേ പോണ ടൈമിനൊക്കെ നല്ല വഴിയിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സ്ലോവിലാണ് അങ്ങോട്ട് പോയത്. ഇവാനി അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രോസറി പാലെത്തി. ഈ 2 സൈഡിലോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ നിന്ന് എറണാകുളത്തോട്ട് പോകുമ്പോൾ ഏത് സൈഡിൽ നോക്കണമെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇവിടെ സ്റ്റോൺ ചേട്ടനൊക്കെ വെച്ച ബോട്ടുകളും ഒക്കെ കാണാട്ടോ. അങ്ങനെ ഗ്രോസറി പാലമൊക്കെ കടന്ന് വല്ലാർപാടം പള്ളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈക്കോടതി ജംഗ്ഷനിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എല്ലാം എറണാകുളത്തെത്തിയപ്പോൾ നല്ല കട്ട ബ്ലോക്ക്. പക്ഷെ നമ്മുടെ നെല്ലിപ്പലക പോയിട്ടാ കാത്ത് കെട്ടി ഇങ്ങനെ കിടക്കണമല്ലോ. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ മേത്ത ബസാറിലെത്തി. അവിടെ എത്തിയപ്പോൾ ഷാന് പുൽക്കൂടും അതിലുള്ള സെറ്റിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ട്രീയിലിടുന്ന കുറച്ച് സാധനങ്ങളും കുറച്ച് സീരിയൽ ലൈറ്റൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സീരിയൽ ലൈറ്റിൻ്റെ ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ അവിടെ നല്ല ലാമ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവാനിക്ക് ഇഷാനും ഓരോന്ന് അങ്ങനെ മേടിച്ചു. അത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പയും മോനോണെങ്കിൽ ഓരോ കളറൊക്കെ സെലക്ട് ചെയ്ത് ട്രീയിലിടാനുള്ള ലൈറ്റിനൊക്കെ റേറ്റൊക്കെ ചോദിച്ച് മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനീ വാനിയും കൂടി ഇപ്പുറത്തെ സൈഡിൽ പോകുന്ന ട്രീയിലോട്ട് ഇടാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോഴെന്താ നമ്മുടെ ക്രിസ്മസ് പാപ്പ അവിടെ നിൽപ്പുണ്ട്. ഈ പാപ്പാനെ കാണുമ്പോൾ പണ്ട് അമ്മിച്ച് പറഞ്ഞ സാന്താക്ലോസിൻ്റെ കഥയിലുള്ളൊരു ഓർമ്മ എപ്പോഴും മനസ്സിലോട്ട് വരും. സമാധാനത്തിൻ്റെ പ്രതീകമായി ഐശ്വര്യമൊക്കെ ആയിട്ട് കടന്നു വന്നത്. പിന്നെ ഞങ്ങൾ നേരെ പച്ചക്കറി ഷോപ്പിലോട്ടാണ് പോയത്. ഉള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ഇഷാനി വാനിക്കും കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് പേരയ്ക്കയും മുന്തിരിയൊക്കെ വാങ്ങിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ മറൈൻ ഡ്രൈവിലോട്ട് പോയി. അവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് കപ്പലണ്ടിയും ഐസ്ക്രീമും ഇതൊക്കെ കഴിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സൗന്ദര്യപ്പണക്കൊക്കെ ആയിട്ട് ഇവാനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. എന്തോ ജെനിനെ കാണണം അങ്ങനത്തെ എന്തോ ഓർമ്മയൊക്കെ വന്നെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് മാറി കേട്ടോ. അപ്പം ഊണിയപ്പ ഷാന പുന്നാരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഇവാനിയോട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കണം. അങ്ങനെ അവളെയും ചേർത്ത് പിടിച്ച് രണ്ടിനെയും കൂടി പുന്നാരിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ നിറഞ്ഞു. ചിലപ്പോൾ ജെനിനെ കാണാനോ സ്റ്റീഫനെ കാണാനൊക്കെ തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ പാർസൽ ബിരിയാണിയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു. പക്ഷെ നല്ല ബ്ലോക്കായിരുന്നു. പയ്യെ അനങ്ങിയാണ് പോകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.